ടി വിക്കെതിരെയുള്ള ആരോപണങ്ങളും അവർക്കെതിരെയുള്ള ആക്ഷേപങ്ങളുമൊക്കെയാണ് ഇത്തരത്തിൽ ഈ എക്സ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ അധികമായിട്ടും വരുന്നത്. അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അത് തന്നെയാണ് പങ്കുവെക്കുന്നത്. ടി വിക്കോടുള്ള ഒരു രോഷം പങ്കുവെക്കുന്ന ഒരു വലിയ വിഭാഗം തന്നെ ഈ ആശുപത്രിയിൽ അടക്കമുണ്ട്. കാരണം അവർ വെള്ളം തന്നില്ല, അവർ ഞങ്ങളെ ഉന്തിയാണ് മുന്നോട്ട് കൊണ്ടുപോയത്, ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പോലും കഴിഞ്ഞില്ല, ഞങ്ങൾ പോലും അറിയാതെ ഞങ്ങൾ മുന്നിലേക്ക് വരികയായിരുന്നു, വീണവരുടെ ശരീരത്ത് ചവിട്ടി മുന്നോട്ട് പോവുകയായിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഈ ആശുപത്രിയിൽ ഉള്ളവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ആശുപത്രിയിൽ വന്നവരിലധികവും ഇങ്ങനെ ഒന്നെങ്കിൽ ദേഹാസ്വാസ്ഥ്യം വന്ന് വീണവരോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ആളുകൾ തള്ളിയത് കൊണ്ട് തറയിൽ വീണ് പിന്നീട് അവരുടെ തലയിലും നെഞ്ചിലുമൊക്കെ ചവിട്ടി മുന്നോട്ട് പോയവരൊക്കെയാണ്. അപ്പോൾ അത്തരത്തിൽ പലരുടെ പ്രതികരണങ്ങളുമൊക്കെ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിവരങ്ങളാണ് അധികവും ഇപ്പോൾ ആശുപത്രി പരിസരത്ത് നിന്ന് വരുന്നത്. മാത്രമല്ല ഈ മാതാപിതാക്കളുടെ ആശങ്ക അധികമുണ്ട്. ക്ഷമിക്കണം, ഈ ആളുകൾ അധികം പേരും വലിയ ആശങ്കയിലാണ്. കാരണം കുറേ പേർക്ക് ആശുപത്രിക്ക് അകത്തേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഉറ്റവർക്ക് എന്ത് സംഭവിക്കും എന്നറിയാത്ത തരത്തിലുള്ള ആശങ്ക പുറത്തു നിൽക്കുന്ന പലർക്കുമുണ്ട്. അവർക്ക് ഈ ആശുപത്രിയിലെ ജീവനക്കാരാണ് കൂടുതലായും ഈ വിവരങ്ങൾ നൽകുന്നത്. അപ്പോൾ ഈ പരിക്കേറ്റവരുടെയൊക്കെയും മുഴുവനായിട്ടുള്ള പേര് വിവരങ്ങൾ ഇപ്പോൾ ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുണ്ട്, പുറത്തുള്ളവർക്ക് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയിൽ കാണാതായവരും നിരവധി ഉണ്ടാകും. അതായത് പല ആശുപത്രികളിലേക്കൊക്കെയും മാറിയിട്ട് ബന്ധുക്കൾക്ക് വിവരം അറിയിക്കാൻ കഴിയാതെ പോയ ആളുകളുമൊക്കെ ഉണ്ടാകും. അപ്പോൾ അവരെയൊക്കെ തെരഞ്ഞെടുക്കുക, അവരെയൊക്കെയും തെരഞ്ഞ് കണ്ടുപിടിക്കുക എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ ആശുപത്രിയുടെ സമീപത്തെ കാര്യങ്ങളൊക്കെയും നീളുന്നത്. അതിനപ്പുറത്തേക്ക് പോലീസും ടി വിക്ക് പ്രവർത്തകരുമായി ഉന്തും തള്ളുമൊക്കെ ഉണ്ടായി. ജില്ലയുടെ ഒരു ഭാഗത്ത്, കരൂരിൻ്റെ ഒരു ഭാഗത്ത് ഇത്തരത്തിൽ പോലീസും ടി വിക്ക് പ്രവർത്തകരുമായി ഉന്തും തള്ളുമൊക്കെ ഉണ്ടായിരുന്നു. അത് ചില ഫ്ലെക്സുകൾ തിരികെ എടുക്കാൻ വേണ്ടി, ഈ പരിപാടിക്ക് വെച്ച ചില ഫ്ലെക്സുകൾ തിരികെ എടുക്കാൻ വേണ്ടിയിട്ട് ടി വിക്ക് പ്രവർത്തകർ വന്നു. പക്ഷേ പോലീസ് അവരെ അവിടേക്ക് കടത്തിവിട്ടില്ല, അല്ലെങ്കിൽ അവിടേക്ക് പോകാൻ കഴിയില്ല എന്നറിയിച്ചു. അതിനെ ചൊല്ലി പോലീസും ടി വിക്ക് പ്രവർത്തകരും തമ്മിൽ ചില വാഗ്വാദങ്ങളൊക്കെയും ഉണ്ടായി. എന്തായാലും വിജയ് പ്രതികരിച്ചതിനു ശേഷം ടി വിക്ക് പ്രവർത്തകർ, പാർട്ടിയിലെ ചില നേതാക്കൾ എന്നിവരുടെ പ്രതികരണങ്ങളുമൊക്കെ വരുന്നുണ്ട്. അവരൊക്കെയും പലരും പോലീസിനെ വിമർശിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത് പ്രത്യേകിച്ച് നാളെ ആകുമ്പോൾ അതിൻ്റെ തോത് വർദ്ധിക്കും. എന്തായാലും വിജയെ അറസ്റ്റ് ചെയ്യുന്നത് എപ്പോൾ എന്നുള്ള കാര്യത്തിൽ മാത്രമായിരിക്കും ഇനിയൊരു ചോദ്യമുണ്ടാവുക. അദ്ദേഹത്തിനെതിരെ ഏതൊക്കെ വകുപ്പുകൾ ചുമത്തും എന്നുള്ള കാര്യത്തിലൊക്കെയും ഇപ്പോൾ എന്തായാലും ചർച്ച ആരംഭിച്ചിട്ടുണ്ടാകും. അത് വളരെ വൈകാതെ തന്നെ വിജയ്ക്കെതിരെ കേസെടുത്തിട്ടുണ്ട് എന്ന് DGP തന്നെ അറിയിക്കും. DGP അല്പസമയത്തിനുള്ളിൽ മാധ്യമങ്ങളെ കാണും, അവിടെ കരൂരിൽ വെച്ച് തന്നെ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ വിജയെ അറസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം നാളെ ഉണ്ടാവുകയാണെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ആരാധകർ ഏത് തരത്തിലാകും അതിൽ പ്രതികരിക്കുക, ടി വിക്ക് പ്രവർത്തകർ ഏത് തരത്തിലാകും പ്രതികരിക്കുക, ടി വിക്ക് പ്രവർത്തകർക്ക് ഇതിനോടകം തന്നെ ഏതൊക്കെ തരത്തിലുള്ള നിർദ്ദേശം പോയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലുമൊക്കെ ചില കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതായത് അമിതമായി സമൂഹ മാധ്യമങ്ങളിലൊക്കെയും ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് പ്രതികരണം നടത്തരുത് എന്നുള്ള ഒരു അറിയിപ്പ് പല നേതാക്കൾക്കും ഇപ്പോൾ തന്നെ പോയിട്ടുണ്ട് എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ചില സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ടി വിക്ക് പ്രവർത്തകർ കൂടുതൽ സംയമനം പാലിച്ചേക്കാം. അവർ അത്തരത്തിൽ കൂടുതൽ എതിർപ്പുമായി മുന്നോട്ട് വരില്ല. നിയമപരമായി വിജയ് കാര്യങ്ങളെ നേരിടട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകും. കാരണം എന്തായാലും ഇതിൻ്റെ ധാർമ്മിക ചുമതല ഈ ഒരു അപകടത്തിൻ്റേത് അത് ആത്യന്തികമായി വിജയിൽ തന്നെയാണ്, ടി വിക്കയിൽ തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പാർട്ടി എന്നാൽ ആ ഒരു ഒറ്റയാളാൽ നയിക്കപ്പെടുന്ന പാർട്ടിയാണ്, ആ ഒരൊറ്റയാൾക്ക് വേണ്ടിയുള്ള പാർട്ടിയാണ്, ആ ഒരൊറ്റയാൾ കൂട്ടമുള്ള പാർട്ടിയാണ്. അപ്പോൾ പ്രധാനമായിട്ടും ടി വിക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾക്കൊക്കെയും കഴമ്പുണ്ട്, കാമ്പുണ്ട് എന്നുകൂടി തെളിയിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതൊരു ആൾക്കൂട്ടം എന്നതിനപ്പുറം ഒരു പാർട്ടി എന്ന രീതിയിലേക്ക് പരിണമിച്ചിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ തന്നെ ചില അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കൊണ്ടുണ്ടായ ഒരു അപകടം തന്നെയാണിത്. അതിനപ്പുറത്തേക്ക് ആ മനുഷ്യരുടെ കാര്യത്തിലേക്ക് വരുമ്പോഴാണ് ഇത്രയും അധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുക. അത് സമീപകാല ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ, അത് തമിഴ്നാട്ടിൽ മിക്കപ്പോഴും ഇങ്ങനെ ജയലളിതയും MGRും കരുണാനിധിയും ഒക്കെ വരുന്ന സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ അപകടം ഉണ്ടായിട്ടുണ്ട്, അവിടെ മരണവും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്രയും അധികം ആളുകൾ മരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുക എന്നുള്ളത് അത് സമീപ ഭാവിയിൽ ഈ അടുത്തിടയിൽ മാത്രം ഉണ്ടായതാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് വലിയ ചർച്ചകൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഈ തരത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ അവിടെ വിജയ് ഇടപെട്ട രീതിയിൽ തന്നെയാണ് വലിയ വിമർശനം ഉയരുന്നത്. കാരണം അദ്ദേഹത്തിന് അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട്, അദ്ദേഹം കരുതിക്കൂട്ടി ചെയ്തതല്ല. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം അവിടെ ആളുകൾക്കൊപ്പം നിൽക്കുക, ആ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയാവുക, അദ്ദേഹം മുന്നിട്ടിറങ്ങുക എന്നുള്ളതാണ്
അദ്ദേഹം എന്ന മനുഷ്യനും ഒപ്പം തന്നെ നമ്മൾ കണ്ടിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകനായിട്ടുള്ള ഇത്തരത്തിൽ നിരവധി കാര്യങ്ങളിൽ ഇടപെടുന്ന ഫാൻസ് അസോസിയേഷൻ കൊണ്ട് വർഷാവർഷങ്ങളായി നിരവധി പേർക്ക് സാന്ത്വനമേകുന്ന വിജയ്, ഒപ്പം തന്നെ ഒരു പാർട്ടി പ്രവർത്തകനായിട്ടുള്ള ഒരു പാർട്ടിയുടെ നേതാവായിട്ടുള്ള വരുംകാല മുഖ്യമന്ത്രി എന്ന അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള ആളായിട്ടുള്ള ഒരാൾ, അയാൾ പ്രവർത്തിക്കേണ്ട രീതി, അയാൾ പ്രവർത്തിക്കേണ്ട ഒരു കോഡുണ്ട്, ഒരു കോഡ് ഓഫ് കണ്ടക്റ്റ് ഉണ്ട്. അതിനകത്ത് അദ്ദേഹം പാലിക്കേണ്ട ചില മാന്യതകളുണ്ട്, ചില നീക്കങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെയും നേതൃത്വം നൽകേണ്ട ഒരാളാണ് വിജയ്. അദ്ദേഹം നേരിട്ട് ഇറങ്ങിയാൽ പ്രശ്നമുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ 2 പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്. ആ നേതാക്കളെ മുന്നിട്ടിറക്കിക്കൊണ്ട് അവിടെ രക്ഷാപ്രവർത്തനം നടത്തേണ്ട വിജയാണ്. ആ വിജയിയെയും കരൂരിൽ കണ്ടില്ല. പ്രസംഗിച്ച് മൈക്ക് ഓഫ് ചെയ്ത നല്ലത് നടക്കും, വെട്രി നിശ്ചയം എന്ന് പറഞ്ഞ് അദ്ദേഹം തൻ്റെ സ്ഥിരം ഡയലോഗിൽ അവിടെ നിന്ന് മടങ്ങുന്നു. അദ്ദേഹത്തിൻ്റെ 2 പ്രധാനപ്പെട്ട നേതാക്കൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ എൻ ആനന്ദും ഒപ്പം തന്നെ ആദവ് അർജുനും, ഇവർ 2 പേരെയും പിന്നീട് അവിടേക്ക് കണ്ടിട്ടില്ല. അവർ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പാർട്ടി മാറുന്നു, അങ്ങനെയൊക്കെ വിജയ് മാറുന്നു എന്നുള്ളത് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം, ഇത് കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യം കൂടിയാണ്. കാരണം വിജയ് എപ്പോഴും പറയുന്ന ഉങ്കൾ വിജയ് ഞാൻ വരെ എന്ന ടാഗ് ലൈനിലാണ് അദ്ദേഹം ഈ പരിപാടി നടത്തുന്നത്. അതായത് നിങ്ങളുടെ വിജയാണ്, നിങ്ങളുടെ വീട്ടിലെ പയ്യനാണ് എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രസംഗത്തിലും അത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. വീട്ടിലെ പയ്യനായിട്ടുള്ള എന്നെയാണ് നിങ്ങൾ ജയിപ്പിക്കേണ്ടത് എന്ന് പറയുന്ന വിജയ്, അദ്ദേഹം വീട്ടിലെ പയ്യൻ ചെയ്യേണ്ടത് ചെയ്തിട്ടുണ്ടോ, വീട്ടിലെ ആളെന്ന രീതിയിൽ പെരുമാറിയിട്ടുണ്ടോ? അദ്ദേഹം എപ്പോഴും ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്ന് വിളിക്കുന്ന, തോഴരെ, നൻപരെ എന്നൊക്കെ വിളിക്കുന്ന തരത്തിൽ അദ്ദേഹം ആ വിളിക്കുന്ന വാക്കിന് അദ്ദേഹം വില കൽപ്പിച്ചോ എന്നുള്ള ചോദ്യമൊക്കെയാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ഉയരുന്നത്. അദ്ദേഹം എൻ നെഞ്ചിൽ കുടിയിരിക്കും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഓരോരുത്തരെയും വിലയിരുത്തുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം ഓരോരുത്തരെയും പറയുന്നത്, അദ്ദേഹം ഓരോരുത്തരെയും അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ അവരുണ്ടായിരുന്നു എന്നുള്ള ചോദ്യമാണ് എതിർപ്പാളയവും ഒപ്പം തന്നെ എതിർപ്പാളയം എന്നതിനപ്പുറത്തേക്ക് തമിഴ്നാട്ടിലൊരു വലിയ വിഭാഗം ജനങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെയും അദ്ദേഹം ചോദിക്കുന്നത്. അതിന് കാരണമുണ്ട്. അദ്ദേഹത്തിൽ പ്രതീക്ഷ വെച്ചവർ ഒരിക്കലും TVK എന്ന പാർട്ടി, അതിലെ അംഗങ്ങൾ, അതിലെ ഇത്തരം മെമ്പർഷിപ്പ് കൊണ്ട് മാത്രമല്ലല്ലോ വിജയ് എന്നുള്ളൊരു നേതാവ് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി കണക്കാക്കിയിരിക്കുക, അദ്ദേഹത്തിൻ്റെ പിന്തുണ കണക്കാക്കിയിരിക്കുകയൊക്കെ. അപ്പോൾ അദ്ദേഹം തന്നെ ഇന്നത്തെ പ്രസംഗത്തിൽ അത് പറയുകയുണ്ടായി. 3 ആഴ്ച മുൻപ് എനിക്ക് ഇത്രയധികം പിന്തുണ ലഭിക്കുമോ എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിരുന്നു. ഇനി എനിക്കതിൽ ഭയമില്ല, നമുക്ക് നേർക്കുനേർ പോരാടാം, ഒരു കൈ നോക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് വിജയ് കരൂരിൽ സംസാരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ സംസാരിക്കുന്ന ആളിൽ നിന്നും ഉണ്ടായ ഒരു അനുഭവം, ആ അനുഭവം ജനങ്ങൾ അത് നേരിട്ട് കണ്ടു. അദ്ദേഹത്തിന് അവിടെ ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയാതിരുന്നത്, അപ്പോൾ അതുമൊക്കെയായി ബന്ധപ്പെട്ട് വലിയ വിമർശനം വരുന്നു. അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള ആശ്വാസം ഈ ഘട്ടങ്ങളിലൊക്കെ വരുന്നത് എന്തായാലും മരണസംഖ്യ അത് മാത്രമല്ല, സ്വയം ഒരു മുഖ്യമന്ത്രിയായി, ഭാവി മുഖ്യമന്ത്രിയായി തന്നെയാണല്ലോ അദ്ദേഹത്തെ തന്നെ കണ്ടിരുന്നത്. അപ്പോൾ അത്തരത്തിൽ സ്വയം ഒരു മുഖ്യമന്ത്രിയായി കാണുന്ന വ്യക്തി ആ സംസ്ഥാനത്തിന് വരുന്ന എല്ലാ ദുരന്തങ്ങളും അത് നേരിടാനും അത് മുൻകൂട്ടി കാണാനും പ്ലാൻ ബിയും പ്ലാൻ സിയും ഒക്കെ കണക്കാക്കാനും ഒക്കെ അതിനുള്ള കഴിവുള്ള, അത്തരത്തിലുള്ള വിഷനുള്ള ഒരു വ്യക്തി കൂടി ആയിരിക്കണമല്ലോ. നമുക്കറിയാം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പല ഉത്സവങ്ങളുടെയും ആചാരങ്ങളുടെയും ഒക്കെ ഭാഗമായിട്ട് വലിയ തിക്കിലും തിരക്കിലും പെട്ട വലിയ സ്റ്റാമ്പീഡുകൾ ഉണ്ടായിട്ടുണ്ട്. 2005 മന്ധരാദേവി ടെമ്പിൾ സ്റ്റാമ്പീഡ് മഹാരാഷ്ട്രയിൽ 340 പേര് മരിച്ചു. 2008 നൈനാദേവി ടെമ്പിളിൽ 162 പേര് മരിച്ചു. 2008 ചാമുണ്ടാദേവി ടെമ്പിളിൽ 250. ഇങ്ങനെ നമ്മൾ എണ്ണി എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റാമ്പീഡ് ദുരന്തങ്ങൾ ഉണ്ടായ ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു ദുരന്തം മുൻകൂട്ടി കാണുക എന്നത് ഒരു സാധാരണ നേതാവ്, ഒരു ശരാശരി നേതാവെന്ന നിലയിൽ പോലും ഉള്ള വ്യക്തി അത് ചെയ്യേണ്ടതായിരുന്നു. അതിൽ വിജയ് പരാജയപ്പെട്ടു. 2, അതിനുശേഷം ദുരന്തമുണ്ടായതിനു ശേഷം അവരോടൊപ്പം ചേരാനും അവരെ ചേർത്ത് നിർത്താനും പരാജയപ്പെട്ടു. ഈ മട്ടിലുള്ള വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.